ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭധാരണത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളുടെ സമൂഹത്തിൽ കുറെ അധികം കാണപ്പെടുന്നുണ്ട്. ലേറ്റ് നൈറ്റ് വർക്ക് കഴിയുക, ഓൺലൈൻ വർക്ക് ഫ്രം ഹോം. അപ്പൊ ഇത്തരത്തിലെ പല ഘടകങ്ങളും ദമ്പതികളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞിന്റെ വരവിനെ അറിഞ്ഞോ അറിയാതെയോ താമസിപ്പിക്കാറുണ്ട്. ആഹാരക്രമത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന റേഞ്ച് ഓഫ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. ഡയബറ്റീസ് ഉണ്ട്, PCOD ഉണ്ട്, അതുകൂടാതെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്, ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇവയെല്ലാം ഗർഭധാരണം താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ചികിത്സയില്ലാതെ ഗർഭം ധരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഒരു കപ്പിളിനെ കൊണ്ട് എത്തിക്കാനും സാധിക്കുന്ന കാരണങ്ങളാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടവും പലതരം ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ കാണാറുണ്ട്. കുറേയേറെ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ നമ്മുടെ ചുറ്റുവട്ടവും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഇന്ന് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഗർഭധാരണത്തിന് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മളുടെ സമൂഹത്തിൽ കുറെ അധികം കാണപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ സമൂഹം ഇന്ന് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പല കാരണങ്ങളാണ് ഗർഭധാരണം ഡിലേഡ് ആവാനുള്ള കാരണങ്ങളുടെ പട്ടികയിൽ വരിക. ഇതിൽ ആദ്യമേ വരുന്നത് ഒരു ജനിതക ഫാക്ടറാണ്. എല്ലാ കണ്ടീഷൻസിനെ പോലെ തന്നെ ഒരു ജനറ്റിക് ഫാക്ടർ അല്ലെങ്കിൽ ജനിതക ഘടകം ഗർഭധാരണത്തെ വളരെ അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ബന്ധത്തിൽ അല്ലെങ്കിൽ രക്തബന്ധത്തിൽ അത്തരത്തിലെ ഗർഭധാരണത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു കപ്പിളിലെ ഗർഭധാരണം നടക്കാൻ താമസം വന്നേക്കാം. ഇത് സ്ത്രീ പക്ഷത്തുനിന്നോ അല്ലെങ്കിൽ പുരുഷന്റെ പക്ഷത്തുനിന്നോ രണ്ട് ഭാഗത്തെ ഒരേപോലെ ബാധിക്കുന്ന കാര്യമാണ്. രണ്ടാമത്തെ വരുന്നത് നമ്മളുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. അതിൽ ആദ്യമേ പറയാനുള്ളത് ആഹാരക്രമത്തിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പം ആഹാരക്രമത്തിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന റേഞ്ച് ഓഫ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ട്. അതിൽ ഡയബറ്റീസ് ഉണ്ട്, PCOD ഉണ്ട്, അതുകൂടാതെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് ഉണ്ട്, ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇവയെല്ലാം ഗർഭധാരണം താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു ചികിത്സയില്ലാതെ ഗർഭം ധരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ഒരു കപ്പിളിനെ കൊണ്ട് എത്തിക്കാനും സാധിക്കുന്ന കാരണങ്ങളാണ്. പിന്നെ ഇതിലേക്ക് വീണ്ടും വന്നു ചേരാവുന്ന കാരണങ്ങൾ ജോലി സംബന്ധമായ, ഇപ്പം മിക്കവരുടെയും ജോലി, ഇപ്പം IT മേഖലയിലുള്ള ജോലി ചെയ്യുന്ന വ്യക്തികളുടെ അവരുടെ ലൈഫ് പാറ്റേൺ തന്നെ മാറിയിരിക്കുകയാണ്. അവരുടെ ഉറക്കത്തിന്റെ സമയം, അവരുടെ സിക്കാർഡിയൻ സൈക്കിൾ ടോട്ടലി നമ്മൾ വിചാരിക്കുന്നേക്കാളും തകിടം പറഞ്ഞ രീതിയിൽ തന്നെയാണ്. ഇപ്പം ലേറ്റ് നൈറ്റ് വർക്ക് കഴിയുക, രാവിലെ ഓൺലൈൻ വർക്ക് ഫ്രം ഹോം. അപ്പൊ ഇത്തരത്തിലെ പല ഘടകങ്ങളും ദമ്പതികളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞിന്റെ വരവിനെ അറിഞ്ഞോ അറിയാതെയോ താമസിപ്പിക്കാറുണ്ട്. പിന്നെ നമ്മളുടെ യൂത്തിന്റെ ഒരു പ്ലാനിങ് എന്നുള്ള സ്ട്രാറ്റജി ഉണ്ട്. ഒരു കുഞ്ഞ് എന്ന് കുടുംബത്തിലേക്ക് വരണം എന്നുള്ളൊരു പ്ലാനിങ്, അത് നല്ല സ്ട്രാറ്റജിയാണ്, അത് പിന്തുടരുക തന്നെ ചെയ്യേണ്ടതാണ്. എന്നാലും ഈ പ്ലാനിങ്ങിൽ പലപ്പോഴും പലതരം ഇന്റർഫെറൻസസ് വരാറുണ്ട്. പലപ്പോഴും ഒരു അബോർഷൻ അല്ലെങ്കിൽ മരുന്നുകളുടെ ഉപയോഗം, പ്രഗ്നന്റ് ആവാതിരിക്കാനായിട്ട് കോൺട്രസെപ്റ്റീവ്സിന്റെ ഉപയോഗം അമിതമായി കഴിഞ്ഞാലും ഗർഭധാരണം എന്നുള്ളൊരു ഈ സംഭവം അവരിൽ ഡിലേഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഇന്റർവെൻഷൻ ഇല്ലാതെ നടക്കാത്ത അവസ്ഥയിലേക്ക് വന്നു ചേരാറുണ്ട്. പിന്നെ നമ്മൾ സർവ്വസാധാരണമായി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. തികച്ചും സ്ത്രീകളുടെ ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്, മെറ്റബോളിക് എൻഡോക്രൈൻ ആൻഡ് ഒവേറിയൻ ഡിസോർഡർ ആണ്. അപ്പം ഇത്തരത്തിലെ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലെ കാരണങ്ങൾ കൊണ്ട് സാധാരണമായ ഗർഭധാരണം ഒരു കപ്പിളിൽ ലേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്.